അങ്ങനെയൊന്നുമല്ല കേട്ടോ. കുട്ടനാട്ടിലെ സ്ത്രീകളെല്ലാം അതിഗംഭീരമായി വള്ളം തുഴയുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് വനിതകൾക്ക് വേണ്ടി പ്രത്യേക മത്സരം തന്നെ വെച്ചിരിക്കുന്നത്. അവർ ഈ പറയുന്ന പുരുഷന്മാരുമായിട്ട് മിക്സ് ചെയ്തൊരു മത്സരം വെച്ചാൽ പോലും അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളുകളാണ്. എനിക്ക് കുട്ടനാട്ടിലെ സ്ത്രീകളെ അവരുടെ ഈ തുഴച്ചിലിൻ്റെ ശക്തിയൊക്കെ നന്നായിട്ട് അറിയാം. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഞാൻ ആ ഭാഗത്ത് നിന്ന് വരുന്ന ആളായതുകൊണ്ട്. അപ്പോൾ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എപ്പോൾ കുട്ടനാട്ടിലൂടെ യാത്ര ചെയ്താലും ഏതെങ്കിലുമൊക്കെ ഒരു പുഴയിലൂടെ ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾ ഈ വള്ളം തുഴഞ്ഞു പോകും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഈ സ്ത്രീകളുടെ ഒരു ശക്തി തുഴച്ചിലുകാരെന്ന നിലയ്ക്കുള്ള അവരുടെ കാര്യത്തിൽ ഒട്ടും തന്നെ കുറച്ച് കാണണ്ട. അവരും വലിയ ആവേശം ആ ഓളപ്പരപ്പിൽ ഉണ്ടാക്കുന്നവരാണ്. ആ അർത്ഥത്തിൽ ഒരു നല്ല മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് തന്നെ പറയാം. ട്രാക്ക് ഒന്നിൽ നമുക്ക് നോക്കാം. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള ഈ ട്രാക്ക് നമ്മൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ട്രാക്കിൽ വരുന്നത് കാട്ടിൽ തെക്കതിലാണ്, രണ്ടാമത്തെ ട്രാക്കിലെ ചെല്ലിക്കാടൻ അല്ലെങ്കിൽ മൂന്നാമത്തെ ട്രാക്കിലെ പടിഞ്ഞാറേപ്പറമ്പൻ. ഇതിലൊന്നിനാണ് സാധ്യത. ചെല്ലിക്കാടനും പടിഞ്ഞാറേപ്പറമ്പനും തമ്മിലുള്ള ഒരു പോരാട്ടം. നാലാമത്തെ ട്രാക്കിൽ കമ്പനിയുണ്ട്, പക്ഷേ കമ്പനിയെ നമ്മൾ കാണുന്നില്ല. കമ്പനിക്ക് പതുക്കെ തുഴഞ്ഞു വരികയാണെന്ന് തോന്നുന്നു. അങ്ങനെ തുടക്കത്തിൽ തന്നെ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ ചെല്ലിക്കാടൻ നല്ല കില്ലാടിയായി തുഴഞ്ഞു വരും. ചെല്ലിക്കാടന്റെ രാജേശ്വരി ചേച്ചി ഇതാ തുഴഞ്ഞ് മുന്നിലേക്ക് വരികയാണ്. ചെല്ലിക്കാടന്റെ രാജേശ്വരി ചേച്ചിയോ പടിഞ്ഞാറേപ്പറമ്പന്റെ സുകന്യ ചേച്ചിയോ ആരാണ് ഇക്കുറി തെക്കനോടി കെട്ടുവള്ളത്തിന്റെ കാറ്റഗറിയിൽ ഒന്നാമതെത്തുക എന്നാണ് അറിയേണ്ടത്. ചെല്ലിക്കാടനോ പടിഞ്ഞാറേപ്പറമ്പനോ അതോ കമ്പനി മുന്നിലേക്ക് വരുമോ, കാട്ടിൽ തെക്കതിൽ വരുമോ? ഒപ്പത്തിനൊപ്പം ചെല്ലിക്കാടനും പടിഞ്ഞാറേപ്പറമ്പനും ഒപ്പത്തിനൊപ്പം. നോക്കൂ, നേരത്തെ ഉണ്ണിസാർ പറഞ്ഞില്ലേ, സ്ത്രീകൾക്ക് തുഴയാൻ അറിയാം. സ്ത്രീകൾക്ക് തുഴയാൻ മാത്രമല്ല നല്ല ആവേശത്തിൽ തുഴഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയും. IBRA കൊച്ചിന്റെ ഒരു വള്ളം മാത്രമാണ് സുജി ഏറ്റവും പുറകിൽ. നോക്കൂ, ബാക്കി 3 വള്ളങ്ങളും വളരെ ആവേശത്തോട് മത്സരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 3 വള്ളങ്ങളും ഏതാണ്ട് ഇഞ്ചോടിഞ്ചെന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയല്ല, പ്രയോഗം തന്നെ ശരിയല്ല. വള്ളംകളിയുടെ കാര്യത്തിൽ മില്ലി സെക്കൻഡുകളുടെ മത്സരമാണ് നടക്കുന്നത്, മൈക്രോ സെക്കൻഡുകളുടെ മത്സരമാണ് നടക്കുന്നത്. ഇപ്പോൾ അത് അല്പം മുമ്പിലേക്ക് ഒരു വള്ളം കടന്നു വന്നിട്ടുണ്ട്. അത് ഏത് ട്രാക്കിലാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. ഏതായാലും ആവേശത്തിന്റെ മത്സരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ആകാശ ദൃശ്യം നോക്കുക, എത്ര മനോഹരമായ ഒരു ദൃശ്യം. ചെല്ലിക്കാടനോ പടിഞ്ഞാറേപ്പറമ്പനോ ആരാണ് ഓളപ്പരപ്പിൽ തെക്കനോടി കെട്ടുവള്ളത്തിൽ തുഴഞ്ഞെത്തിയ ആ വനിതാ പോരാളികൾ ആരാണ്? ചെല്ലിക്കാടനോ പടിഞ്ഞാറേപ്പറമ്പനോ? പടിഞ്ഞാറേപ്പറമ്പന്റെ സുകന്യ ചേച്ചിയും ടീമും ഇതാ ഒന്നാമതെത്തിയിരിക്കുന്നു. തെക്കനോടി കെട്ടുവള്ളത്തിന്റെ കാറ്റഗറിയിൽ പടിഞ്ഞാറേപ്പറമ്പൻ യങ് സ്റ്റാർ ബോട്ട് ക്ലബ് താമല്ലാക്കലിന്റെ പടിഞ്ഞാറേപ്പറമ്പൻ തൊട്ടുപിന്നിൽ ചെറിയ ഒരു മില്ലി സെക്കൻഡിലാണ് ചെല്ലിക്കാടന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. പടിഞ്ഞാറേപ്പറമ്പനോട് ചെല്ലിക്കാടൻ തോറ്റത് ചെറിയ സമയത്തിനാണ്. നോക്കൂ, തോറ്റില്ല. വീണ്ടും പോരാടുന്നുണ്ട്. അവസാനം ആരെത്തും? ചെല്ലിക്കാടനോ പടിഞ്ഞാറേപ്പറമ്പനോ? ചെല്ലിക്കാടൻ പടിഞ്ഞാറേപ്പറമ്പൻ. ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാകണം. സൂപ്പർ ഫിനിഷിലേക്ക് 3 വള്ളങ്ങളും ഒരേപോലെ വരുന്നതാണ് നമ്മൾ കാണുന്നത്. ചെല്ലിക്കാടൻ പടിഞ്ഞാറേപ്പറമ്പൻ. ഇതിലാരാണെന്നുള്ളതാണ് അറിയേണ്ടത്. ചെല്ലിക്കാടനോ അതോ പടിഞ്ഞാറേപ്പറമ്പനോ? യങ് സ്റ്റാർ ബോട്ട് ക്ലബ് താമല്ലാക്കലോ IBRA കൊച്ചിനോ? ആരാണ് തെക്കനോടി കെട്ടുവള്ളത്തിന്റെ ഫിനിഷിലേക്ക് എത്തിയതെന്നറിയണം. ചെല്ലിക്കാടൻ പടിഞ്ഞാറേപ്പറമ്പൻ കമ്പനി കാട്ടിൽ തെക്കതിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. നമ്മൾ ഈ വേൾഡ് കപ്പ് ഫുട്ബോളിലൊക്കെ ചില മത്സരങ്ങൾ ഫൈനൽ മത്സരങ്ങളെക്കാൾ ആവേശത്തിൽ നടക്കും. അപ്പോൾ ആ മത്സരം അതുപോലെയാണ് ഈ വള്ളംകളിയുടെയും ഒരു രീതി. ചില ഹീറ്റ്സ് മത്സരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഫൈനൽ മത്സരങ്ങളെക്കാളും ആവേശത്തോടുകൂടി നടക്കുന്നു. ഇപ്പോൾ കണ്ട മത്സരം നോക്കൂ, എത്ര ആവേശത്തോടുകൂടിയാണ് നടന്നത്. ചെറിയ വള്ളങ്ങളാണെങ്കിൽ പോലും ആ ചെറിയ വള്ളങ്ങളിലെ തുഴച്ചിലുകാരും ഏറ്റവും മികച്ച തുഴച്ചിലുകാർ തന്നെയാണ്. പ്രത്യേകിച്ച് വനിതകൾ നല്ല തുഴച്ചിലുകാരാണ്. അപ്പോൾ അവർ ആ ആവേശത്തോടെ വളരെ ചില പോസിറ്റീവ് കമന്റുകൾ വരുന്നുണ്ട്. സുജയ തള്ളി വള്ളം പറന്നുവെന്ന് അനൂപ് കുമാർ പറയുന്നു. അതുപോലെ തന്നെ ഓസ്ട്രേലിയ മെൽബണിൽ നിന്ന് വൈക്കം ജോസ് എനിക്കൊപ്പമാണെന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി നോക്കേണ്ടത് ചെല്ലിക്കാടനോ പടിഞ്ഞാറേപ്പറമ്പനോ? ഉണ്ണിക് സാറിന്റെ ചെല്ലിക്കാടന ഞങ്ങളുടെ പടിഞ്ഞാറേപ്പറമ്പനെ തോൽപ്പിക്കാൻ കഴിയുമോ? പടിഞ്ഞാറേപ്പറമ്പനോ ചെല്ലിക്കാടനോ ആരാണ്? നമ്മൾ ബിനിൽ പോത്തൻ ബാബുവിനെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ബിനിൽ പക്ഷേ ഒന്നും പറയുന്നില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ജയിക്കാൻ സാധ്യതയുള്ള വള്ളമൊക്കെ സുജയുടെ പേരിലും തോക്കാൻ സാധ്യതയുള്ള വള്ളമൊക്കെ എന്റെ പേരിലുമായി പോകുന്നു എന്നൊരു തമാശ കൂടി ഇതിനിടയിൽ കൂടി സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഉണ്ണിസാർ തന്നെയാണ് ഉണ്ണിസാറിന്റെ വള്ളം തെരഞ്ഞെടുത്തത്. അല്ല, ഞാനിതിനകത്ത് ചെല്ലിക്കാടനാണോ പടിഞ്ഞാറേപ്പറമ്പനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏതോ ഒരു വള്ളം എന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഇത് ഞാൻ തോൽക്കാൻ പോകുന്നു വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നോക്കൂ, അങ്ങോട്ട് നോക്കിയാൽ ആ ദൃശ്യത്തിൽ എത്ര മനോഹരമായിട്ടുള്ള ആവേശമായിട്ടുള്ള മത്സരമാണ് കാണുന്നത്. ഈ മത്സരത്തിൻ്റെ ഒരു കാര്യം, ഈ മത്സരത്തിനൊക്കെ അപ്പുറം ഇതിൻ്റെ ഒരു ദൃശ്യഭംഗിയുണ്ടല്ലോ, ഈ കൂട്ടായ്മയുടെ ഭംഗിയുണ്ടല്ലോ, ഈ ആവേശത്തിൻ്റെ ഒരു താളമുണ്ടല്ലോ, ആ വായ്ത്താരികളുണ്ടല്ലോ, ആ നിലയൊരുക്കമുണ്ടല്ലോ, അതെല്ലാം തന്നെ എല്ലാ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആ മനസ്സിൻ്റെ ഭാഗമാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് കുട്ടനാട്ടിലെ ഒരു മത്സരം മാത്രമല്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ നടക്കുന്ന ചെറുവള്ളങ്ങളുടെ മത്സരവും ഒട്ടും ആവേശം കുറയ്ക്കാത്ത മത്സരമാണ്. പുന്നമടക്കായൽ ഈ ജലോത്സവത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൻ്റെ ആവേശം പോലെ തന്നെയാണ് ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ
തന്നെയാണ് ആവേശം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്ര ആവേശത്തോടുകൂടി നടക്കുന്ന മത്സരങ്ങളാണ്. 74 വള്ളങ്ങളാണ് ഈ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. 74 വള്ളങ്ങളിൽ വിവിധ വിഭാഗങ്ങളിലായി പലയിനം വള്ളങ്ങൾ മത്സരിക്കും. തെക്കനോടിയിൽ തറവള്ളം ആദ്യം മത്സരിച്ചു, അത് കണ്ടു നമ്മൾ. അത് കഴിഞ്ഞാണ് തെക്കനോടി കെട്ടുവള്ളമാണ്. നോക്കൂ, അതിന്റെ വള്ളത്തിന്റെ ഘടന കണ്ടാണ് തറവള്ളമാണോ കെട്ടുവള്ളമാണോ എന്ന് നിശ്ചയിക്കുക. ആ കെട്ടുവള്ളങ്ങളിൽ 4 ഇത്തവണ മത്സരിക്കാനുള്ളത്. കാട്ടിൽ തെക്കതിലുണ്ട്, ചെല്ലിക്കാടനുണ്ട്, പടിഞ്ഞാറെപ്പറമ്പനുണ്ട്, കമ്പനിയുണ്ട്. അതിൽ 2 വള്ളങ്ങൾ ഒരേപോലെ മുന്നേറുകയാണ്. ആദ്യം മുതലേ അവരങ്ങനെയാണ് അല്ലേ? ആദ്യം മുതൽ തന്നെ അങ്ങനെയാണ്. പക്ഷേ എത്ര സമയം എടുക്കുന്നു നോക്കൂ സുജി. അതാണ് ഈ വള്ളങ്ങളുടെ ഒരു പ്രശ്നം വെച്ചാൽ മറ്റേ 100 അടി നീളമാണ്, പിന്നെ 100 തുഴക്കാരുമാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ അത് ഫിനിഷ് ചെയ്യും. ഞാൻ അതാണ് ഇവിടെ പറഞ്ഞു, ഈ തൊടുത്തുവിട്ട് അമ്പ പോലും തന്നെയാണ് ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുക. അതൊരു ചാട്ടുളി പോലെ പാഞ്ഞു പോകും. നോക്കൂ, പടിഞ്ഞാറെപ്പറമ്പൻ സുഗന്യ ചേച്ചി അങ്ങനെ തോൽപ്പിക്കാനൊന്നും ഉണ്ണി സാറിന്റെ രാജേശ്വരി ചേച്ചിക്ക് പറ്റില്ല. ചെല്ലിക്കാടനെ തോൽപ്പിച്ച് പടിഞ്ഞാറെപ്പറമ്പന്റെ ഫിനിഷ്. പടിഞ്ഞാറെപ്പറമ്പൻ ഇതാ ഫിനിഷ് ചെയ്യുകയാണ്. പടിഞ്ഞാറെപ്പറമ്പൻ നോക്കൂ, ചേച്ചി എഴുന്നേറ്റ് നിന്ന് തുഴയുകയാണ്. എഴുന്നേറ്റ് നിന്നാണ് നയിക്കുന്നത്. സുഗന്യ ഇറങ്ങിയാൽ പടിഞ്ഞാറെപ്പറമ്പന് തന്നെയാണ് കിരീടം. തെക്കനോടി കെട്ടുവള്ളത്തിൽ യങ് സ്റ്റാർ ബോട്ട് ക്ലബ് താമല്ലാക്കലിന്റെ ആശയും ആവേശവുമായി സുഗന്യ ചേച്ചിയുടെ പടിഞ്ഞാറെപ്പറമ്പൻ ഇതാ വെന്നിക്കൊടി പാറിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഉണ്ണിസാർ, രാജേശ്വരി ചേച്ചിക്ക് ഇനി അടുത്ത ഊഴം നോക്കാം.